ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരുപാട് പേരുടെ വേദനയാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഒരുപാട് പേരുടെ വേദനയും ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾക്കുമാണ് എൻ്റെ ഈ വീഡിയോ ഞാൻ തരുന്നത്. ഒരുപാട് പേര് എന്നോട് പറയുന്നൊരു കാര്യം, ഞങ്ങൾ ഒത്തിരി കാലമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇതുവരെ ഒരു പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. ശരിയല്ലേ? ഒത്തിരി പേരുടെ പ്രശ്നം, ഒത്തിരി പേരുടെ വേദനയത്. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നില്ല. ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാ ധ്യാനങ്ങൾക്ക് പോകുന്നുണ്ട്, എല്ലാ പ്രാർത്ഥനകൾക്ക് പോകുന്നുണ്ട്. എന്തിനു വേണ്ടി പറയുന്നു, എന്നെ കൃപാസനത്തിൽ പോകുന്നു, അവിടെ പോകുന്നു. പക്ഷേ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഇതുവരെ കാണാൻ സാധിക്കുന്നില്ല. ശരിയല്ലേ? ഇവർ ഓടിക്കൊണ്ടിരിക്കുക, പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. പലരും പറയും എത്ര വർഷങ്ങളായി. ചിലർ മാനസിക രോഗികളായിട്ട് അവരെ കൊണ്ട് നടക്കുന്നു. ചില കടബാധ്യതയെ കിടന്ന് അതിനകത്ത് കിടന്ന് വിഷമിക്കുന്നു, രോഗത്താൽ വലയുന്നു, കുടുംബ തകർച്ചയിൽ വലയുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിൽ കിടന്ന് ഓരോ മനുഷ്യൻ കിടന്ന് അലയുക, വേദനിക്കുക, നെട്ടോട്ടം ഓടുക. ആരാ ഇതിന് പരിഹാരം കാണിച്ചു കൊടുക്കുന്നത്? ഓരോരുത്തർ പല യൂട്യൂബ് ചാനലിലും അച്ഛന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇതിന് ഒറിജിനൽ പരിഹാരം കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ അവരൊന്നും കുറ്റം പറഞ്ഞതല്ല, അവരൊന്നും ഞാൻ കുറ്റം പറഞ്ഞതല്ല. ഇതിൻ്റെ ഒരു പരിഹാരം ഇന്ന് വരെ ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവരൊക്കെ പറയുന്നത് അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അത് ചെയ്യും, ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവിനോട് പ്രാർത്ഥിക്കും, പഴയ നിയമത്തിലെ കുറേ വചനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്യും. അതല്ല ഇതിൻ്റെ പ്രശ്നം. അതൊന്നുമല്ല ഇതിൻ്റെ പ്രശ്നം. ഇതിൻ്റെ പ്രശ്നത്തിലേക്ക് ആർക്കും ചെല്ലാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ പ്രശ്നത്തിലേക്ക് ആർക്കും ഒരു പരിഹാരം കാണാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ആർക്കും അതിൻ്റെ വഴി അറിയുകയും ചെയ്യില്ല. ഞാനിപ്പോൾ ഇത് ക്രിസ്ത്യാനികളുടെ കാര്യമാണ് പറയുന്നത്. അവർക്കിതിനകത്ത് ഒരു പരിഹാര മാർഗം ഒന്നേ ഉള്ളൂ, ഒറ്റ മാർഗമേ ഉള്ളൂ പരിഹാരം. അവർ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന യോഗ്യതയോടെ അല്ല കഴിക്കുന്നത്. മനസ്സിലായില്ലേ? ക്രിസ്ത്യാനികൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന, ഈശോയുടെ ശരീരരക്തം യോഗ്യതയോടുകൂടിയല്ല കഴിക്കുന്നത്. അവരൊരു കോതമ്പപ്പം കഴിച്ചു സംതൃപ്തരാകുന്നു. വിശ്വാസമാണ് അതിനകത്ത് നിന്ന് അടപെടുന്നത്. പക്ഷെ അതെന്നല്ല, അതിൻ്റെ യോഗ്യതയുണ്ട്. ഇപ്പം ബൈബിളിൽ നമുക്ക് കാണാം, പൗലോസ്ലീഹ പറയുന്നത് 1 കൊറിന്ത്യൻസിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 27-ാം തിരുവചനത്തിൽ ഒന്ന് വായിച്ച് നോക്കണം, ഒന്ന് കേൾക്കണം. അത് തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്ത ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചു പോയതിനും കാരണം ഇതാണ്. അല്ലേ? ഇതൊക്കെ നമ്മൾ എന്നാ ഇനി പഠിക്കുക? ഇതൊക്കെ എന്നാ നമ്മൾ ഇന്നേ വരെ ഒരു വൈദികനും, ഞാൻ വൈദികൻ തന്നെ പറയുക, ഒരു വൈദികനും വിശുദ്ധ കുർബാന എങ്ങനെ യോഗ്യതയോടെ ഭക്ഷിക്കാമെന്ന് ഒരു വാക്ക് പോലും അവർ പറഞ്ഞിട്ടില്ല. അവരൊക്കെ പറഞ്ഞു കുമ്പസാരം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനുള്ള യോഗ്യതയല്ല. കുമ്പസാരം എന്ന് പറയുന്നത് സഭയുടെ ഒരു കൂദാശയാണ്, അനുരഞ്ജന കൂദാശ. കുമ്പസാരം എന്ന കൂദാശയല്ല, അനുരഞ്ജന കൂദാശ. അതുപോലും പൂർത്തിയാക്കാൻ പറ്റാത്ത ക്രിസ്ത്യാനികളാണ് ഈ കാലത്ത് പോയി ഈ ഗോതമ്പപ്പം വാങ്ങിക്കഴിക്കുന്നത്. ആ ഗോതമ്പപ്പം
യേശുവിൻ്റെ ശരീരമാകണമെങ്കിൽ, ആ വീഞ്ഞ് യേശുവിൻ്റെ രക്തമാകണമെങ്കിൽ അത് യോഗ്യതയോടുകൂടി തന്നെ കഴിക്കണം. അതുകൊണ്ടാണ് എല്ലാവരും ആരുടെ പ്രശ്നങ്ങൾ മാറാത്തത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ പറഞ്ഞു, അതായത് വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് സിസ്റ്റർ പറഞ്ഞത്. വിശുദ്ധ കുർബാന സ്വീകരിക്കണമെങ്കിൽ സ്നേഹമായിരിക്കണം, സ്നേഹമായി മാറണം, സ്നേഹത്തിൻ്റെ രുചി ഉണ്ടാകണം, ഐക്യത്തിൻ്റെ അരൂപി ഉണ്ടാകണം. ഇല്ലേ? വിശുദ്ധ കുർബാനയുടെ ചൈതന്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ സ്നേഹത്തിലാകണം. ഐക്യത്തിൻ്റെ കൂദാശയാണ് വിശുദ്ധ കുർബാന. ഇത്രയൊക്കെ അറിയത്തുള്ളവർക്ക് കുറ്റമല്ല, കുറവല്ല. ഈശോയുടെ വചനത്തിൻ്റെ അർത്ഥവും പൊരുളും ജീവനും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈശോയോട് കൂടെ ആയിരിക്കണം. ഇല്ലെങ്കിൽ വെറുതെ പറയുന്നത് ഇതൊക്കെ ആർക്കും പറയാം. ഓരോ വചനം എടുത്തിട്ട് ആർക്കും എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ ആ യോഗ്യതയില്ലാതെ നിങ്ങളിത് ഭക്ഷിച്ചാൽ, ഇപ്പം വചനം വായിച്ചില്ലേ, 1 കൊരിന്ത്യസ് 11 അധ്യായത്തിൻ്റെ 27 തിരുവചനം. നിങ്ങളത് വായിച്ചു നോക്ക്, എടുത്ത് വായിച്ച് നോക്ക്. എന്നിട്ട് ഞാനീ പറഞ്ഞതിനെ തള്ളിക്കളയാം. അതായത് ഒരു യോഗ്യത ഉണ്ടാകണം. യോഗ്യത ഇല്ലാണ്ട് ഇത് കഴിക്കാൻ പാടില്ല. അത് വെറും ഗോതമ്പപ്പാണ്, വെറും ഗോതമ്പപ്പമാണത്. അതിന് വെറുതെ നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നത് അത് നമ്മുടെ വിശ്വാസമാണ്. കർത്താവ് ഭക്ഷിക്കാൻ വെച്ച അപ്പമെടുത്ത് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞ് ഇത് നിങ്ങൾ ആശീർവദിച്ചിട്ട് പറഞ്ഞ് ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവേ. അല്ലേ? ഈശോ കുടിക്കാൻ വെച്ചിരുന്ന വീഞ്ഞാണ് എടുത്ത് ശിഷ്യന്മാർക്ക് കൊടുത്ത് ആശീർവദിച്ച് കൊടുത്തിട്ട് പറഞ്ഞ് ഇത് നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവേ, ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു. ഇതാണോ? ഇതാകണ്ടേ നമ്മൾ. അല്ലാണ്ട് വെറുതെ ഒരു ഗോതമ്പപ്പം, അത് വെറും ഗോതമ്പപ്പം, ഒരു വെളുത്ത ഗോതമ്പപ്പം, ഒരു ചെറിയൊരു ഗോതമ്പപ്പം, അതാണ് ഈ നാക്ക് നീട്ടി മേടിക്കുന്നത്. അത് തരുന്നവർക്കും അതിൻ്റെ മഹത്വം അറിയത്തില്ല, കഴിക്കുന്നവർക്കും അതിൻ്റെ മഹത്വം അറിയത്തില്ല, അതിൻ്റെ ശുദ്ധി അറിയത്തില്ല. അപ്പോൾ ഓടി നടക്കുന്ന ഈ മക്കൾ, ഞാൻ പിന്നെയും പറയണേ, ഞാൻ ഒരു വൈദികനെയോ ഒരു സിസ്റ്റേഴ്സിനെയോ ഒന്നും കുറ്റം പറയുന്നതല്ല. ഇത് നിങ്ങൾ അറിയണം. ഇത് പറയുമ്പോൾ നിങ്ങൾ കുറ്റം പറയാനായിട്ട് നിങ്ങൾ കാണുകയും ചെയ്യരുത്, കുറ്റം പറഞ്ഞാൽ കാണുകയും ചെയ്യരുത്. എങ്ങനെ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റും? എങ്ങനെ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക്, ഈ വേദനകൾക്ക്, ഈ തകർച്ചകൾക്ക്, ഈ മാനസിക രോഗം, എല്ലാ അവസ്ഥകൾക്കും ഒരു വിടുതൽ വേണം. അത് ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? യോഗ്യതയോടുകൂടി ആ 11:27 ആ വചനം പൂർത്തിയാകണം. 1 കൊരിന്ത്യസ് 11 അധ്യായത്തിൻ്റെ 27 തിരുവചനം പൂർത്തിയാകണം. പൂർത്തിയാകാതെ നടക്കത്തില്ല. അല്ലാതെ നിങ്ങൾ അങ്ങനെ എന്തൊക്കെ പറഞ്ഞാൽ അതായത് സ്നേഹമായിരിക്കണം, പിന്നെ ഐക്യമായിരിക്കണം, അരൂപിയായിരിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും അതിനകത്ത് യാതൊരു കാര്യം നടക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളിത് കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല, നിങ്ങൾ വെറുതെ കളയത്തുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾ ഈ അവസ്ഥയിൽ കിടക്കുന്ന ഏതെങ്കിലും മക്കൾക്ക് ആവശ്യം ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് ചോദിച്ചാൽ ഞാൻ ഇതിന് പരിഹാരം നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾ മാറിയില്ലെങ്കിൽ ഏത് രോഗമാണെങ്കിലും ഏത് ഇതാണെങ്കിലും ഞാൻ മാറ്റിത്തരാം. ഉറപ്പ്, 100% ഉറപ്പ്. എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾ കുറിച്ചെടുത്തോ, 9444666181. ഒന്നുകൂടി പറയാം, 9444666181. എൻ്റെ പേര് രാജു മേച്ചേരി. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരുപാട് പേർക്ക്, എത്ര പേരാണെന്നറിയോ, എത്ര പേരാ ഇതിന് വേണ്ടിയിട്ട് അലയണേന്നറിയോ? ഒന്ന് രക്ഷപ്പെടാൻ, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എന്തോരം പേരാ. അതിന് ഇത് മാത്രമേ ഒരു രക്ഷയുള്ളൂ. യോഗ്യതയോടുകൂടി ഈശോയുടെ ശരീരരക്തം ഭക്ഷിക്കുന്നവന് മാത്രമേ ഇതിൽ രക്ഷപ്പെടാൻ സാധിക്കൂ. നിങ്ങൾക്ക് അതറിയണമെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇതിനകത്തൊരു കമൻ്റ് ഇട്ടാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.